പിള്ളേരായി തന്നാട്ടാ ഇത് തൃശ്ശൂർക്കാരുടെ പരിപ്പ് കുത്തി കാച്ചിട്ടും പിന്നെ ചെമ്മീൻ ചമ്മന്തി അതാട്ടാ നിങ്ങൾ പിടയ്ക്കാൻ പോണത്. അപ്പൊ വീഡിയോക്ക് പോകട്ടാ. അത് വേണ്ട സാധനങ്ങൾ കേട്ടാ. വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ വറ്റൽമുളകും കൂടി ചതച്ചത്, അതിൻ്റെ കൂടെ വേപ്പിലുണ്ട്, പിന്നെ സവോള ഇതുപോലെ കുരുകുരാന്നിരിയ, പിന്നെ കുറച്ച് ചില്ലി. അതെങ്ങനെയാണെങ്കിൽ നിങ്ങൾ അരിഞ്ഞോ. അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കാനുള്ളൊരു പാത്രം, പിന്നെ ഇതുപോലെ പരിപ്പ് വേവിക്കാനാണ്. ഇത്രയുള്ള പരിപാടി. നമ്മളുണ്ടല്ലോ പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴുണ്ടല്ലോ നമ്മൾ ആദ്യം പച്ചമുളക് സവോള ഇടുന്നു. കാരണം എന്താ വെച്ചാൽ വറ്റൽമുളക് പെട്ടെന്ന് കത്തി പിടിച്ച് കഴിഞ്ഞാൽ പോക്കഞ്ഞിട്ടൂടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാട്ടാ. അപ്പൊ പാൻ ചൂടായി അതിലേക്ക് നമ്മുടെ സവോളയും പച്ചമുളകും. അപ്പൊ തന്നെ നമ്മുടെ പച്ചമുളകും സവോളയും നന്നായിട്ട് മൂത്ത് വന്നു. അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും വേപ്പിലും വറ്റൽമുളകും കൂടിയിട്ട് സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. നമ്മൾ വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. കൂടെ വേപ്പിലും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊട്ടിക്ക് മഞ്ഞപ്പൊടി, പൊട്ടിക്ക് പറഞ്ഞൊരു പൊട്ടിക്കിട്ടാ, പൊട്ടിക്ക് മഞ്ഞപ്പൊടി. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. സൂക്ഷിച്ച് ചെയ്യാം. നന്നായിട്ട് മൂത്ത് വന്നു. അതിലേക്ക് നമ്മളിത് നമ്മുടെ വീടിക്ക് വെച്ച പരിപ്പ് പരിപ്പ് എന്നിട്ട് തേച്ചിട്ട പോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. പൊട്ടിക്ക് ഉപ്പ് വേണം. പൊട്ടിക്ക് ഉപ്പ്. അതെ, ഒരു പൊട്ടിക്ക് ഉപ്പ് എന്ന് പറഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ പരിപ്പ് കുത്തി വെച്ചത് റെഡി. ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ. ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാലോ. സിമ്പിൾ പരിപാടിയാണ്. ഞാൻ പറയാം. ചെമ്മീൻ ഇത് പൊട്ടിക്കാനായിട്ടുള്ള കേട്ടോ. ബാക്കി ഐറ്റംസ് വേണ്ട സാധനങ്ങൾ കേട്ടോ. ഇത് മുളക് പൊടി പിന്നെ വെളിച്ചെണ്ണ കൂടി ചാലിച്ചത് 2 പീസ് ഇതേപോലെ നാരങ്ങ, പിന്നെ വേപ്പില, ചെറുള്ളി, പച്ചമുളക്, ചോപ്പമുളകാണ് പച്ചമുളക് പറഞ്ഞത്. ഇത്ര മതിയിട്ടാ. നമ്മൾ ആ വെളിച്ചെണ്ണയും നമ്മുടെ മുളക് പൊടി ഇല്ലേ അതിലേക്ക് വേപ്പില ചെറുള്ളി ഇട്ടു. ചെറുനാരങ്ങ നന്നായിട്ട് പുളി ഉപയോഗിക്കാറില്ല. നന്നായിട്ട് പിരിയാതെ കുത്തി ഇതുപോലെ പൊടിച്ചെടുക്കുക. മിക്സ് ചെയ്യാം. വീണ്ടും നന്നായിട്ട് കുറച്ച് കൂടാം. ഈ ഒരു പരിവ് വരും. അപ്പൊ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പരിപ്പ് കുത്തി കഴിച്ചതും ചെമ്മീൻ ചമ്മന്തി എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പരിപ്പ് കൂട്ടാനും ചെമ്മീനും. അപ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ ആ സാധനം കേട്ടോ. എപ്പോഴാട്ടോ കഴിക്കണേ ചെറിയ പരിപാടികൾ തന്നെ. അപ്പോൾ ഇതിന് ഒരു പീസ് എടുക്കാം, ചെറിയ മഴക്കാം, എന്നിട്ട് ഇതിനെടുത്തിട്ട് അയ്യാ പൊളി സാധനം. അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയോളൂ കേട്ടോ.